നമ്മുടെ നാട്ടിൽ പല മലയാള സിനിമകൾ റിലീസ് ആയതിനു ശേഷം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എമ്പുരാനും ക്രൈം ഫയലും ഗദാമയും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ചില മലയാള സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പല പത്രവാർത്തകളിൽ നിന്നും ആർട്ടിക്കിളുകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ മതത്തെയോ കളിയാക്കുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. കടുവ 2022 ഷാജി കൈല സിനിമയാണ് കടുവ. സിനിമയിലെ പൃഥ്വിരാജിന്റെ കുരിയച്ചൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കരമായി വിവാദമാവുകയും അവസാനം അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പിന്നീട് സിനിമ റിലീസാക്കിയത്. സിനിമയിലെ വില്ലനായ വിവേക് ഒബ്റോയുടെ മകൻ മാനസിക നില തെറ്റിയ ഒരു കുട്ടിയാണ്. വിവേക് ഒബ്റോയുടെ കഥാപാത്രം ചെയ്ത തെറ്റിന്റെ ഫലമാണ് നിന്റെ കുട്ടി ഇങ്ങനെ ആയി പോകാൻ കാരണമെന്ന് പൃഥ്വിരാജ് അവിടെ പറഞ്ഞപ്പോൾ അത് ഒരു കൂട്ടം കുട്ടികളെ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നമുണ്ടായതും സിനിമ റിലീസാക്കരുത് എന്നുള്ള വിമർശനങ്ങൾ കടുവ സിനിമ നേരിട്ടത്. പിന്നീട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമയിലെ അണിയറ പ്രവർത്തകർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ ശരിയുണ്ട്. അതായത് പൃഥ്വിരാജിന്റെ കുരിയച്ചൻ എന്ന കഥാപാത്രം ഒരു ക്രിസ്ത്യാനിയാണ്. സിനിമയിൽ വളരെ വിവാദമായ പൃഥ്വിരാജ് പറഞ്ഞ ആ ഒരു ഡയലോഗ് വാസ്തവത്തിൽ ഒരു ബൈബിൾ വാക്യമായിരുന്നു. ബൈബിളിലെ പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പിതാക്കന്മാർ പുളിയുള്ള മുന്തിരിങ്ങ തിന്നും, പക്ഷേ മക്കളുടെ പല്ല് പുളിക്കുമെന്ന്. പിതാക്കന്മാർ തിന്നുന്ന മുന്തിരിയുടെ പുളി മക്കൾക്ക് കിട്ടുമെന്ന് പറഞ്ഞതിന്റെ ആശയം ഒരാൾ ചെയ്ത തെറ്റിന്റെ അനന്തരഫലം അയാളുടെ മക്കളാകുന്ന അടുത്ത തലമുറ അനുഭവിക്കുമെന്നാണ്. എന്നാൽ പഴയ നിയമത്തിൽ പറയുന്ന ഈ ഒരു നിയമം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതായത് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യം ഇനിയില്ല. പൃഥ്വിരാജിന്റെ കുരിയച്ചൻ എന്ന കഥാപാത്രം സിനിമയിൽ പറയുന്നുണ്ട്: ഞാൻ പഴയ നിയമം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന്. ബൈബിളിൽ എനിക്ക് പുതിയ നിയമത്തെക്കാൾ പ്രിയം പഴയ നിയമത്തോടാണ്. പഴയ നിയമം ഇഷ്ടപ്പെടുന്ന കുരിയച്ചൻ എന്ന കഥാപാത്രം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്ന ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ആശയം വില്ലനോട് പറയുന്നത്. സിനിമാറ്റിക് ആയിട്ട് നോക്കിയാണെങ്കിൽ കുരിയച്ചൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ പറയുന്ന ഓരോ വാക്കും ചിത്രവും എന്തിന് നമ്മുടെ ദേശീയ പതാക വരെ എല്ലാ സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് കണക്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് സെൻസർ ബോർഡ് കടുവയിലെ ആ ഒരു ഡയലോഗ് മ്യൂട്ടാക്കി പുറത്തിറക്കിയത്. സെൻസർ ബോർഡിലെ നമ്മളധികം ആരും അറിയാത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ടർക്കിഷ് തർക്കം 2024 പുറത്തിറങ്ങിയ സിനിമയാണ് ടർക്കിഷ് തർക്കം. ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ലുക്മാനും സണ്ണിവേനും തമ്മിൽ റൂമിൽ വെച്ച് അടിയുണ്ടാക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ സിനിമ റിലീസായ ആദ്യ ആഴ്ചയിൽ തന്നെ തിയേറ്ററിൽ നിന്നും പിൻവലിച്ചിരുന്നു. അതിന്റെ കാരണമായിരുന്നു മതത്തെ കളിയാക്കുന്നു എന്നത്. ഈ സിനിമയുടെ കഥ ഇങ്ങനെയാണ്: ലുക്മാന്റെ കഥാപാത്രം ഒരു അപകടത്തിൽ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ശവശരീരം പ്രദേശത്തെ ഒരു ടർക്കിഷ് പള്ളിയിൽ അടക്കം ചെയ്യുന്നു. പിന്നീട് അയാളുടെ ശവക്കല്ലറയിൽ നിന്നും ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമത്തിൽ പരിഭ്രാന്തി പരക്കുന്നു. അതുകൊണ്ട് അയാളുടെ ശവക്കല്ലറ വീണ്ടും തുറക്കണോ വേണ്ടോ എന്നതിനെ ചൊല്ലി ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നു. ശവശരീരം അടക്കം ചെയ്യുന്നതും അത് വീണ്ടും തുറക്കുന്നതും അതിനെ സെൻട്രലൈസ് ചെയ്യുന്ന മുസ്ലിം പള്ളിയുമെല്ലാം ഉള്ളതുകൊണ്ടാണ് മതത്തെ അവഹേളിക്കുന്നതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവുകയും സിനിമ തിയേറ്ററിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തത്. എന്നാൽ സിനിമയുടെ നിർമ്മാതാക്കൾ പറയുന്നത് ആരോ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്നായിരുന്നു. തിയേറ്ററിൽ നിന്നും പിൻവലിച്ചതിന് ശേഷം ഇന്ന് വരെ സിനിമ OTTയിൽ പോലും റിലീസായിട്ടില്ല. വാങ്ക് 2020 മലയാളം സിനിമയാണ് വാങ്ക്. സിനിമയിലെ അനശ്വരയുടെ കഥാപാത്രമായ ഒരു മുസ്ലിം പെൺകുട്ടി മസ്ജിദിൽ പോയി വാങ്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സ്ത്രീകൾക്ക് വാങ്ക് വിളിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിക്ക് സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് പടച്ചവൻ ആണുങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ പെൺകുട്ടി സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു കൊടുങ്കാട്ടിനുള്ളിൽ പോയി വാങ്ക് വിളിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. മതപരമായ ആശയങ്ങളെയും മൂല്യങ്ങളെയും മനഃപൂർവ്വം അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ വിവാദമാവുകയും ബാൻ ചെയ്യണമെന്നുള്ള അവകാശവുമായി ചിലർ മുന്നോട്ട് വന്നത്. ഉപ്പ് 1987 VK പവിത്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഉപ്പ്. സിനിമയിലെ ആമിന എന്ന കഥാപാത്രം തന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് വീട്ടുടമസ്ഥന്റെ രണ്ടാം ഭാര്യയാകാൻ നിർബന്ധിതയാകുന്നു. അതിനുശേഷമുള്ള പ്രശ്നങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. ജയലളിത അഭിനയിച്ച ഈ സിനിമ മികച്ച ഫീച്ചർ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയിരുന്നു. എന്നാൽ സിനിമ റിലീസായ സമയത്ത് ഇസ്ലാം വിശ്വാസികൾക്കിടയിൽ നിന്നും ഒരുപാട് വിവാദങ്ങൾ സിനിമയ്ക്കെതിരെ അവർ ഉന്നയിച്ചു. ഇസ്ലാം വിശ്വാസത്തിലെ ആണിന്റെ ബഹുഭാര്യത്വവും അവരുടെ മതനിയമങ്ങളെ ഈ സിനിമ പരസ്യമായി വിമർശിക്കുന്നു എന്നാണ് അവർ ആരോപിച്ചത്. ആയതിനാൽ റിലീസ് ചെയ്ത പല കേന്ദ്രങ്ങളിലും വിശ്വാസികൾ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിച്ചില്ല. എന്നാൽ തന്റെ സിനിമ ഒരു മതത്തെയും കളിയാക്കുന്നില്ല. പകരം ബഹുഭാര്യത്വം എന്ന മതനിയമം ഓരോരുത്തർ അവർക്ക് അനുസൃതമായി വളച്ചൊടിക്കുന്ന മനുഷ്യന്റെ പ്രവണതകൾ മാത്രമാണ് ചർച്ച ചെയ്തത് എന്ന് സംവിധായകൻ പറഞ്ഞു. ഞാൻ ഹലാലല്ലാത്തൊരു കാര്യമല്ലല്ലോ ചെയ്യണം. ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആ സിനിമയിൽ ഉണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക. വർത്തമാനം സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത 2021 സിനിമയാണ് വർത്തമാനം.
കേരളത്തിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടി റിസർച്ചിന്റെ ഭാഗമായി ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും അവിടെ ഉണ്ടാകുന്ന മതരാഷ്ട്രീയമായ പ്രശ്നങ്ങളാണ് സിനിമയുടെ കോർ കണ്ടന്റ്. അടിച്ചമർത്തലേൽക്കുന്ന ദളിതരും ഗോമാതാ വിഷയവും ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയവും ഒരു പ്രശ്നമായിട്ട് അവർ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ സിനിമയുടെ തിരക്കഥ എഴുതി നിർമ്മിച്ചിരിക്കുന്നത് കോൺഗ്രസ് ലീഡറായ ആര്യാടൻ ഷൗക്കത്താണ്. മതവും രാഷ്ട്രീയവുമാകുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം എഴുതിയ മുൻപുള്ള പല സിനിമകളുടെയും പ്രധാന വിഷയം. എന്നാൽ ഈ സിനിമയുടെ കണ്ടന്റ് രാജ്യവിരുദ്ധതയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് വർത്തമാനം എന്ന സിനിമയ്ക്കെതിരെ പല ആളുകൾ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും സിനിമ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നത്. പിന്നീട് സിനിമയിലെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് സിനിമ പ്രദർശിപ്പിച്ചത്. വാർത്ത 1986 ടി ദാമോദരൻ IV ശശി കൂട്ടുകെട്ടിലെ സിനിമയാണ് വാർത്ത. പത്രപ്രവർത്തനം വിഷയമായി മലയാളത്തിൽ ഇറങ്ങിയ മികച്ച സിനിമകളിൽ ഒന്നാണ് വാർത്ത. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മമ്മൂട്ടി അവതരിപ്പിച്ച മാധവൻകുട്ടി എന്ന ജേർണലിസ്റ്റ് എഴുത്തുകാരിയായ കമല സുരയ്യയുടെ മകനും മാതൃഭൂമിയുടെ എഡിറ്ററുമായ മാധവദാസ് നാലപ്പാട്ടിനെ ഉദ്ദേശിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നാട്ടിൽ നടക്കുന്ന അരക്ഷിതാവസ്ഥ കൃത്യമായി സിനിമയിലൂടെ പുറത്തു കൊണ്ടുവന്നപ്പോൾ സിനിമ റിലീസാക്കാൻ പല ആളുകളും സമ്മതിച്ചില്ല. ടി ദാമോദരന്റെ ശക്തമായ ഡയലോഗുകൾ സിനിമയുടെ പല ഭാഗത്തും കട്ട് ചെയ്ത് മാറ്റി. പ്രത്യേകിച്ചും ക്ലൈമാക്സ് ഭാഗത്തെ സെൻസിറ്റീവ് ഡയലോഗുകളെല്ലാം അവർ മ്യൂട്ട് ചെയ്തു. ഈ സിനിമയുടെ നിർമ്മാതാവ് മാതൃഭൂമിയുടെ ഡയറക്ടറായ PV ഗംഗാധരനായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ചില മേഖലകളിൽ നിന്നും അദ്ദേഹത്തിനും ഈ സിനിമയ്ക്കും ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. കേരളത്തിൽ ഒരുപാട് വിവാദമുണ്ടാക്കിയ ഈ സിനിമ തമിഴിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്തു പോയി. പ്രത്യേകിച്ചും തമിഴിൽ ഈ സിനിമ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. 1987 ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് ഈ സിനിമയുടെ തിരക്കഥ കരുണാനിധി എഴുതുകയും അത് ആ ഒരു ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ ജയിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്തു. ഹാല് സമീപകാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് 2025 ഷെയ്ൻ നിഗം സിനിമയായ ഹാൽ. സിനിമയിൽ RSSന്റെ കൊടി കാണിക്കുന്നതും രാഖി കെട്ടുന്നതും ധ്വജപ്രണാമം എന്ന വാക്ക് പലയിടത്തായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പർദ്ദ ധരിച്ചുകൊണ്ട് ഐഡന്റിറ്റി മറച്ചു കാണിക്കുന്നു. IS റിക്രൂട്ട്മെന്റ്, ബീഫ് ബിരിയാണി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിലരെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ക്രൈസ്തവ സഭയിലെ ബിഷപ്പുമാർ ലവ് ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് സിനിമയിൽ ചെറുതായി പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചതുകൊണ്ട് താമരശ്ശേരിയിലുള്ള ബിഷപ്പ് ഹൗസിലേക്ക് വരെ പ്രതിഷേധമുയർന്നിരുന്നു. രാഖിയും പാർട്ടികളുടെ കൊടിയും സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരായ ഗണപതിവട്ടം പോലുള്ള സ്ഥലപ്പേരുകൾ സിനിമയിൽ രാഷ്ട്രീയപരമായി മോശമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിലെ പ്രമുഖർ സിനിമയ്ക്കെതിരെ സെൻസർ ബോർഡിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തത്. പിന്നീട് സെൻസർ ബോർഡിന്റെ പ്രാഥമിക നിയമമായ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന ആശയം കട്ട് ചെയ്ത് മാറ്റണമെന്നുള്ള ലോ പ്രകാരം സിനിമയിലെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് റിലീസാക്കിയത്. പത്രം 1999 രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് പത്രം. ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടിയ സിനിമയായിരുന്നു പത്രം. കേരളത്തിലെ പത്രമാധ്യമ വൈരികളായ മാതൃഭൂമിയും മലയാള മനോരമയും തമ്മിലുള്ള കോമ്പറ്റീഷൻ സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. ചിത്രത്തിലെ നായകനായ സുരേഷ് ഗോപി ജോലി ചെയ്യുന്നത് കേരള രശ്മി എന്ന പത്രത്തിലാണ്. കേരള രശ്മിയുടെ ഉടമസ്ഥനായ ജഗന്നാഥ വർമ്മയുടെ പാട്ടത്തിൽ ഔതക്കൂട്ടി എന്നത് മലയാള മനോരമയുടെ ഓണറായ കണ്ടത്തിൽ മാമൻ മാത്യുവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ടുപേരുടെയും വസ്ത്രധാരണം ഇതിന് ഉദാഹരണമാണ്. മലയാള മനോരമ റേറ്റിംഗിന് വേണ്ടി നടത്തിയ ചില കൊള്ളരുതായ്മയെക്കുറിച്ച് സിനിമയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻ ISRO ഉദ്യോഗസ്ഥനായ നമ്പി നാരായണന്റെ ജീവിതം വലിച്ചു കീറിയതിൽ മനോരമയ്ക്ക് പങ്കുണ്ടെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. ഡോക്ടർ അനന്തനാരായണൻ നമ്പി. നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരും പിന്നെ തേണ്ടി പെൺപിള്ളേരും ഒരുമിച്ച് ഒരേ ഹോട്ടലിലായിരുന്നു പൊറുതി. എന്നാൽ സിനിമ റിലീസാവുന്ന സമയത്ത് കേരള പ്രസ് അക്കാദമി ചെയർമാൻ BP രാമചന്ദ്രൻ സിനിമയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് മൂലം റീജിയണൽ സെൻസർ ബോർഡ് സിനിമയിലെ പല ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ നിർദ്ദേശിച്ചു. പിന്നീട് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായ പ്രമോദ് മഹാജനിൽ നിന്നും ഒരു പ്രത്യേക അപ്രൂവൽ കിട്ടിയ ശേഷമാണ് ഒരു കട്ടും ചെയ്യാതെ സിനിമ മുഴുവനുമായി റിലീസാക്കിയത്. എല്ലാത്തിനും പിന്നിൽ മലയാള മനോരമയുടെ കൈകളാണെന്ന് ആ സമയത്ത് പരസ്യമായ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇതൊരു വലിയ വിവാദമായിരുന്നു. മുഖാമുഖം കേരള സംസ്ഥാനത്ത് ഒരു സിനിമയുണ്ടാക്കിയ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു 1984 അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയായ മുഖാമുഖം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സിനിമ എന്ന് പരക്കെ ആക്ഷേപമുള്ള ഒരു സിനിമയും കൂടിയായിരുന്നു മുഖാമുഖം. സിനിമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊലപാതകത്തിന്റെ പേരിൽ ഒളിവിൽ പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കുന്നു. എന്നാൽ പിന്നീട് ആ നേതാവ് തിരികെ വരികയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊരു ബാധ്യതയാവുന്നതുകൊണ്ട് ആ വ്യക്തിയെ അവർ കൊല്ലുന്നു. ഇതാണ് സിനിമയുടെ കഥ. ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു വിപ്ലവകാരിയുടെ വീഴ്ചയുടെ പിന്നിലെ മനഃശാസ്ത്രം മാത്രമാണ് അടൂർ സിനിമയിൽ കാണിച്ചത്. എന്നാൽ മറ്റുള്ളവർ അത് മനസ്സിലാക്കാൻ സമയമെടുത്തില്ല. കത്തി നിൽക്കുന്ന രാഷ്ട്രീയ സ്നേഹം മൂലം അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ ചോദ്യം ചെയ്തുവെന്ന് പാർട്ടി ആരോപിച്ചു. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇകഴ്ത്തിക്കാട്ടിയ അടൂരിനെ നാട് കടത്തണമെന്ന് പോലും പല ആളുകളും അവകാശപ്പെട്ടു. എന്നാൽ ഏറെ വിവാദങ്ങൾക്കിടയിലും മുഖാമുഖം എന്ന സിനിമ 4 ദേശീയ അവാർഡുകൾ നേടി ശ്രദ്ധിക്കപ്പെട്ടു. തിരക്കഥ 2008 രഞ്ജിത്ത് സിനിമയാണ് തിരക്കഥ. അകാലത്തിൽ മരണപ്പെട്ട നടി ശ്രീവിദ്യയുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. അതിൽ കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയം മികച്ച രീതിയിൽ കാണിച്ചിട്ടുണ്ട്. തിരക്കഥ ഒരു മികച്ച സിനിമയാണെങ്കിൽ പോലും അതിനിടയിലും ഒരുപാട് വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കമൽഹാസൻ ശ്രീവിദ്യയെ അവസാനമായി കാണാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ സിനിമയിൽ കാണിച്ചതുപോലെ അല്ല എന്ന് സാക്ഷാൽ കമൽഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കഥ അങ്ങനെയല്ല, രഞ്ജിത്തിനോട് പറയണം അതല്ല.
അതോടൊപ്പം ആദ്യ സിനിമയിൽ വില്ലനായി വന്ന് പിന്നീട് ഹീറോ ആയി മാറിയ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മോഹൻലാലിന്റെ ചില റെഫറൻസ് സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. നടി ശ്രീവിദ്യയുടെ പേഴ്സണൽ ഡയറിയും മറ്റ് പ്രധാനപ്പെട്ട സംഭവങ്ങളും സിനിമയിൽ കാണിച്ചിരിക്കുന്നത് മരണപ്പെട്ട ശ്രീവിദ്യയെ അപമാനിക്കുന്ന തരത്തിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഫിലിം ക്രിട്ടിക്സ് രംഗത്ത് വന്നു. അതോടൊപ്പം സമൂഹത്തിലെ ഉന്നതരായ പല വ്യക്തികളെ അപകീർത്തിപ്പെടുത്തിയെന്ന മറ്റൊരു കേസും സിനിമയുടെ പേരിലുണ്ടായി. അവസാനം എഴുത്തുകാരനും സംവിധായകനുമായ രഞ്ജിത്തിന് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഉത്തരം കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഒരുപാട് വിവാദങ്ങൾ തിരക്കഥയെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിൽ പോലും പ്രിയാമണിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു തിരക്കഥയിലെ ശ്രീവിദ്യയെ റെപ്രസെന്റ് ചെയ്ത മാളവിക എന്ന കഥാപാത്രം. അഗ്നിസാക്ഷി. രാഷ്ട്രീയ പാർട്ടിക്കാര് പരസ്പരം മത്സരിച്ച് വിവാദമുണ്ടാക്കിയ ഒരു സിനിമയാണ് 1999 ശ്യാമപ്രസാദ് സിനിമയായ അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയത്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കുകയും അവരുടെ ആചാരങ്ങളും മതനിയമങ്ങളും അനുസരിക്കാൻ നിർബന്ധിതരാവുകയും പിന്നീട് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് സിനിമ പറയുന്നത്. ഈ സിനിമയ്ക്ക് 8 സംസ്ഥാന അവാർഡുകൾ കിട്ടിയപ്പോൾ മുതലാണ് സിനിമയ്ക്കെതിരെ വിവാദം ആരംഭിക്കുന്നത്. അതിന്റെ കാരണം അതേ വർഷം പുറത്തിറങ്ങിയ PT കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത ഗർഷോം എന്ന സിനിമയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനെ സപ്പോർട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവിധായകനായ ശ്യാമപ്രസാദിനെതിരെ വിവാദം ഉന്നയിച്ചു. കാരണം ശ്യാമപ്രസാദിന്റെ അച്ഛൻ O രാജഗോപാൽ രാജ്യസഭാ MPയും BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് അവാർഡ് അട്ടിമറിച്ചതാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ച ആദ്യ വിവാദം. അതോടൊപ്പം മോശം ഹിന്ദുത്വ ആശയങ്ങളെയും ആത്മീയതയും ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും ഒരു ആരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്യാമപ്രസാദിനെതിരെ ഉന്നയിച്ചു. ഇനി അവാർഡ് ജൂറി മെമ്പറും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ ഷാജി N കരുൺ BJP ആശയങ്ങൾക്കും രാഷ്ട്രീയത്തിനും വേണ്ടി മനഃപൂർവ്വം അവാർഡ് മാറ്റി കൊടുത്തു എന്നുവരെ ആരോപണമുണ്ടായി. എന്നാൽ തന്റെ സിനിമ തീർച്ചയായും ആത്മീയമാണ്, പക്ഷേ ഇടുങ്ങിയതും മതപരമായ അർത്ഥത്തിലല്ല താൻ എടുത്തത് എന്ന് ശ്യാമപ്രസാദ് പറഞ്ഞു. കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ശ്യാമപ്രസാദ് ഒരു ഭീരുവാണെന്നും ഹൈന്ദവ സമൂഹത്തെ മുഴുവനുമായി വഞ്ചിച്ചുവെന്നും പറഞ്ഞ് സംഘപരിവാർ അനുകൂല സംഘടനയായ തപസ്യ രംഗത്ത് വന്നു. അതുമാത്രമല്ല CPM നേതാക്കളിൽ നിന്നും സപ്പോർട്ട് കിട്ടിയിരുന്ന PT കുഞ്ഞുമുഹമ്മദിനെതിരെ അവർ തിരിഞ്ഞു. പ്രത്യേകിച്ചും P ഗോവിന്ദപിള്ളയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വക്താവ് അദ്ദേഹത്തെ കൈവിട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹപ്രവർത്തകരുടെ ആക്രമണത്താൽ മനംതൊന്ന് സംസ്ഥാന സാംസ്കാരിക മന്ത്രി TK രാമകൃഷ്ണൻ സർക്കാരിന് സിനിമയെക്കുറിച്ച് അറിയില്ല എന്ന് പറയേണ്ടി വന്നു. CPMഉം BJPയും പരസ്പരം പോരാടിയപ്പോൾ സിനിമ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വിട്ടുകൊടുക്കണമെന്ന് സംവിധായകൻ അവസാനം പറയേണ്ടി വന്നു. എന്താലേ. കബനി നദി ചുവന്നപ്പോൾ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ വിവാദത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1975 PA ബക്കർ സംവിധാനം ചെയ്ത സിനിമയാണ് കബനി നദി ചുവന്നപ്പോൾ. ആ സമയത്ത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ആരംഭിച്ചിരുന്നു. പ്രണയത്തെക്കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ കുറച്ച് ചെറുപ്പക്കാർ തീരുമാനിക്കുന്നു. എന്നാൽ രാജ്യം മുഴുവൻ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ ഇളകി മറിഞ്ഞിരുന്ന സമയത്ത് തീവ്ര ഇടതുപക്ഷ പ്രത്യാശാസ്ത്രമുള്ള വ്യക്തികൾ സിനിമയെടുത്തപ്പോൾ അത് നക്സൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അധികാരികൾ മുദ്രകുത്തി. ഒരു മലയാള സിനിമ ആയിരുന്നിട്ടും അവർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കബനി നദിയുടെ തീരത്തുള്ള കർണാടകയിലെ സ്ഥലങ്ങളായിരുന്നു. കാരണം ആ സമയത്ത് കർണാടകയിൽ സിനിമ ചെയ്യാൻ സബ്സിഡി ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും ആ ചെറുപ്പക്കാരെ പിന്തുടർന്ന് അവർ ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും അവരെ ഭയപ്പെടുത്തി ആട്ടിപ്പായിച്ചോടിക്കുന്നു. അടിയന്തരാവസ്ഥയിലെ പോലീസിന്റെ ആക്രമണത്തെ തുറന്നു കാട്ടുന്നതിന് വേണ്ടി സിനിമയിലെ തിരക്കഥയിൽ അവർ മാറ്റങ്ങൾ വരുത്തി. പിന്നീട് മദ്രാസിലേക്ക് പോയ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. എന്നാൽ അവർ കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അവരുടെ നീളമുള്ള മുടി മുറിച്ചു. ഏറെ കഷ്ടപ്പെട്ട് അവർ സിനിമ പൂർത്തിയാക്കിയപ്പോൾ നക്സൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന കാരണത്താൽ സെൻസർ ബോർഡ് ഫിലിമിന്റെ 1500 അടിയോളം ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സിനിമ തിരുവനന്തപുരത്ത് റിലീസാക്കിയപ്പോൾ തിയേറ്ററിലേക്ക് പോലീസ് ഇരച്ചെത്തി പ്രദർശനം തടഞ്ഞു. സിനിമയിലെ മുഖംമൂടി അണിഞ്ഞ ചെറുപ്പക്കാരുടെ ഡാൻസ് സീക്വൻസ് രാജ്യത്തിനെതിരെയുള്ള പ്രതിഷേധമാണെന്ന് പറഞ്ഞ് അതും പോലീസ് നീക്കം ചെയ്തു. പിന്നീട് കേന്ദ്രത്തിലെ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലെ 2 ഉദ്യോഗസ്ഥരെത്തി സിനിമ കട്ട് ചെയ്ത് മാറ്റേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ ഈ സിനിമയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് നക്സൽ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ചെറുപ്പക്കാരെ തോക്കും ആയുധങ്ങളും എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഈ സിനിമ ഫിലിം സൊസൈറ്റി പ്രദർശനങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ഒരുപാട് വിവാദങ്ങൾ നേരിട്ടെങ്കിൽ പോലും കബനി നദി ചുവന്നപ്പോൾ എന്ന ഈ സിനിമ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന അവാർഡും മികച്ച സംവിധായകനുള്ള അവാർഡും നേടി. ഈ സിനിമ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എത്ര പേർ ഈ സിനിമ കണ്ടിട്ടുണ്ട്? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. മലയാള സിനിമയിലെ ആദ്യത്തെ ഷാഡോ ബാൻ കിട്ടിയ സിനിമയാണ് 2013 അരുൺകുമാർ അരവിന്ദ് സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഷാഡോ ബാൻ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ഈ സിനിമയ്ക്കെതിരെ ഒരു പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ സിനിമ മറ്റു ചില രീതിയിൽ സമൂഹത്തിൽ നിന്നും ആരും അറിയാതെ ബാൻ ചെയ്യപ്പെട്ടു. CPM പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്നുവെന്ന് പലരും ആരോപിച്ച ഒരു സിനിമയായിരുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനുമായി താരതമ്യപ്പെടുത്തിയതും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും സിനിമയിൽ പറയാതെ പറഞ്ഞെങ്കിലും ചിത്രം ആരും നിരോധിച്ചിരുന്നില്ല.
ഈ സിനിമ മൂലം ഉണ്ടാകാവുന്ന ഏതെങ്കിലും അക്രമ സംഭവങ്ങൾ ഭയന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ തിയേറ്റർ ഉടമകളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നിങ്ങൾ സ്വമേധയാ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ഞങ്ങൾ കൂടെ ഉണ്ടാവില്ല എന്ന്. ഇത് പല തിയേറ്റർ ഉടമകളിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി. അതുകൊണ്ട് ആ ഒരു സമയത്ത് ആരും റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം 1-2 ആഴ്ച കൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്നും വാഷ് ഔട്ടായി പോവുകയും ചെയ്തു. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കാതെ തന്നെ ആ ഒരു സിനിമയെ ഷാഡോ ബാൻ ആക്കി. പപ്പി ലിയോ ബുദ്ധ 2013 ജയൻ കെ ചെറിയൻ സംവിധാനം ചെയ്ത സിനിമയാണ് പപ്പി ലിയോ ബുദ്ധ. വയനാട്ടിലെ ആദിവാസി ഭൂമി പ്രശ്നവും പിന്നീട് ആ ഒരു ദളിതർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതുമാണ് സിനിമയുടെ തീം. എന്നാൽ ഈ സിനിമയ്ക്കെതിരെ ഉണ്ടായ വിവാദങ്ങളായിരുന്നു ഗാന്ധിയെയും ബുദ്ധനെയും അപമാനിച്ചു എന്നത്. അതോടൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം, അസഭ്യ ഭാഷ, ദളിതരെ ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കുന്നു. ഇനി ക്ലൈമാക്സ് ഭാഗത്തായി ഗാന്ധിജിയുടെ കോലം കത്തിക്കുന്നതും പോലീസ് കസ്റ്റഡിയിൽ പൂർണ്ണ നഗ്നത കാണിക്കുന്നതും വിവാദമുണ്ടാക്കിയ സംഭവങ്ങളാണ്. അങ്ങനെ 7 മാസം പിറകെ നടന്നിട്ടാണ് 26 കട്ട് ചെയ്ത് സെൻസർ ബോർഡ് സിനിമയ്ക്ക് അനുമതി കൊടുത്തത്. അധികമാരും ചർച്ച ചെയ്യാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിയ മറ്റ് മലയാള സിനിമകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.